ഗിരീഷ് ശിവ ചേരുന്നത്. ശ്രീ ഗിരീഷ് ശിവ, ഇവിടെ ഡീപ് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒരു ബ്രീത്തിന്റെ സിഗ്നൽ കിട്ടിയെന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഇത് ബേസിക്കലി നമ്മൾ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ എന്നൊരു ഡിവൈസ് ആണിത്. GPR ടെക്നോളജി പറയും, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ. അതായത് നമുക്കിപ്പം ഈ ഇതുപോലെ റൂബിൾസ് വരുന്ന സമയത്ത് ഈ ഏകദേശം 40 സെന്റിമീറ്റർ വരെ ഉള്ള കരിങ്കൽ പാളികളുടെ പെനിട്രേറ്റ് ചെയ്ത് 16 മീറ്റർ വരെ താഴ്ചയിൽ ഹ്യൂമൻ ജീവജാലങ്ങളുടെ സെൻസ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നി ബ്രീത്ത് സെൻസ് ചെയ്യാം, അല്ലെങ്കിൽ ബോഡിയുടെ മൂവ്മെന്റ് സെൻസ് ചെയ്യാം. അപ്പൊ ഈ ഒരു റൂബിൾസിന്റെ താഴോട്ട് ഇത് പെനിട്രേറ്റ് ചെയ്ത് 16 അടി വരെ നമുക്ക് ഒരാൾ കിടപ്പുണ്ടെങ്കിൽ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത തെർമൽ സംവിധാനമല്ല, നിങ്ങൾ ചെയ്ത തെർമൽ സംവിധാനമല്ല. അല്ല ഇത് 200 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിലാണ് ഇത് സെൻസ് ചെയ്തിരിക്കുന്നത്. റഡാർ ആണിത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ആയി കിടന്ന ആ റൂബിളിന്റെ പുറത്ത് ഈ റഡാർ കൊണ്ടുവയ്ക്കും. എന്നിട്ട് നമ്മളൊരു 100 മീറ്റർ മാറി ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ റഡാറിൽ നിന്ന് 120 വൈഡ് ആംഗിളിൽ താഴോട്ട് റേസ് പോകും 200 മെഗാഹെർട്സ്. അത് ഈ പില്ലറെല്ലാം ബ്രേക്ക് ചെയ്ത് പോയിട്ട് എന്തെങ്കിലും ബ്രീത്തിങ്ങിന്റെ സെൻസേഷനോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റോ ഉണ്ടെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ഈ ലാപ്ടോപ്പിനകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫ്രീക്വൻസിയിൽ വേവ് തരും. അതിന്റെ ബ്രീത്തിങ്ങിന്റെ ഫ്രീക്വൻസി കാണിക്കും. ബോഡി ആണെങ്കിൽ വേറൊരു സിഗ്നലിൽ നമുക്ക് കാണിക്കും, ബോഡിയുടെ മൂവ്മെന്റ് കാണിക്കും. അപ്പൊ നമ്മൾ ബേസിക്കലി ഇത് ആ ഒരു ഏരിയ മാത്രം പിന്നെ നമ്മൾ JCB ഇട്ട് കുഴിച്ചെടുത്താൽ മതി. അങ്ങനെ ഞങ്ങളൊരു 3-4 ഇടത്തിന്ന് കേരള പോലീസിന്റെ ഇൻസ്ട്രക്ഷനിൽ ഞങ്ങളിത് ചെയ്ത് അപ്പോഴാണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്. അപ്പൊ അവിടെയും ആൾക്കാർ പറഞ്ഞു, ഇവിടെ 3-4 പേര് ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് ഓടുന്ന വഴിക്ക് പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ ഇവിടെ ഒന്ന് സെൻസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് ഇപ്പൊ നമ്മൾ റഡാർ വെച്ചിട്ട് നോക്കുമ്പോൾ ഗിരീഷ് ശിവ, ഇതാണെങ്കിൽ ഇത് ഒരു ആക്യുറസി റേറ്റ് നോക്കിയാൽ തെർമൽ സംവിധാനമാവോ കുറച്ചുകൂടി ആക്യുറേറ്റ്, അതോ ഈ GPR സംവിധാനമാവോ കുറച്ചുകൂടി ആക്യുറേറ്റ്? രണ്ടും രണ്ട് ടെക്നോളജിയാണ്. ഇതിനകത്ത് ബേസിക്കലി ഈ ഒരു കോൺക്രീറ്റ് ഭിത്തി ഇത്രയും വലിയ ഇതെല്ലാം പെനിട്രേറ്റ് ചെയ്ത് സെൻസ് ചെയ്തു. നമുക്കൊരു 0.7-0.8 മീറ്ററിലാണ് ഇത് കാണിക്കുന്നത്, ഈ ഒരു ബ്രീത്തിങ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞ ആ സിഗ്നൽ എത്രത്തോളം സ്ട്രെങ്തുള്ള സിഗ്നലാണെന്നാണ് വിലയിരുത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു. മൂവ്മെന്റ് ആണെങ്കിൽ റെഡ് സിഗ്നൽ വരുന്നു, ബ്രീത്ത് ആണെങ്കിൽ ബ്ലൂ സിഗ്നൽ വരുന്നു. അപ്പോൾ അത് കുറച്ച് ശക്തിയുള്ള സിഗ്നലാണെന്ന് പറയാമോ? അങ്ങനെ ഉണ്ടോ? വീക്ക് ആയിട്ടാണ് അതിന്റെ ഒരു ബ്രീതിങ് കാണിക്കുന്നത്, പക്ഷെ ബ്ലൂയിലാണ് ഈ സിഗ്നൽ വരുന്നത്. ഞങ്ങളിപ്പോ വീണ്ടും 1 hour കഴിഞ്ഞ് വീണ്ടും അതേ സ്പോട്ടിൽ തന്നെ ഇപ്പൊ റഡാർ വെച്ചിരിക്കുകയാണ്. അപ്പോഴും അതേപോലെ തന്നെ 0.7-0.8 മീറ്ററിൽ ആ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. ബ്രീത്തിങ് തന്നെയാണ് ഈ ബിൽഡിംഗ് താഴെ അതൊരു ബ്രീത്തിങ് സിഗ്നൽ തന്നെയാണ് ഗിരി, അല്ലേ? ഞാൻ ഒന്നുകൂടി ചോദിച്ചോടാ, ഇതിന്റെ ഒരു ഏകദേശ ആകൃതിയോ ഏകദേശ സൈസോ അറിയാൻ കഴിയില്ല. ഈ ബേസിക് വിഷൻ ആണ്. നമുക്ക് ഇതിന്റെ 2D വെർഷൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ബേസിക് വെർഷൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇഴജന്തുക്കൾ, ചെറിയ എന്തായാലും പാമ്പ് പോലെയുള്ള ചെറിയ ജീവികളൊന്നും അല്ല, ഉണ്ടെങ്കിൽ പശുവൊക്കെ അങ്ങനെയാണ്. ഓക്കെ. ഇതിപ്പോ അവിടെ നടക്കുന്ന പരിശോധന ആക്യുറേറ്റ് ഈ മേഖലയിലേക്ക് എത്താൻ നടക്കുന്ന പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ, ഗിരി. അതെ, അവരുടെ കോളാണ്, ഓഫീസേഴ്സാണ് അത് തീരുമാനിക്കുന്നത്. നമ്മളിപ്പോ വീണ്ടും അത് സെൻസ് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ വീണ്ടും അത് റഡാർ അവിടെ തന്നെ വെച്ച് അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഉണ്ട്. അതെ, ആ 0.7 മീറ്ററിലാണ് ഇപ്പോഴും ആ സിഗ്നൽ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് 0.7 മീറ്ററിൽ ഈ ബ്രീത്തിങ് എന്ന് പറഞ്ഞ ആ സിഗ്നൽ അതേപോലെ കിട്ടുന്നുണ്ട് ഇപ്പോഴും അതേപോലെ തന്നെ കിട്ടുന്നത്. അതെ. നിങ്ങൾ സംശയിക്കുന്നത് എന്താണ് ശ്രീ ഗിരീഷ് ശിവ? ഇത് ബേസിക്കലി ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു സ്ട്രക്ചറിന് അടിയിൽ ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഇപ്പൊ പറയുന്ന വെച്ചാൽ ഇവിടെ ഉള്ളവർ പറഞ്ഞ വെച്ചാൽ ഇവിടെ ഒരു വീടായിരുന്നു. ഇതിന്റെ താഴോട്ട് അവർ ഇല്ലീഗലായിട്ട് തുറന്ന് ഒരു കിച്ചണോ സ്റ്റോർ റൂമോ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് എയർ ഹോൾ ഉണ്ടെങ്കിൽ പല ദിവസമൊക്കെ നമുക്ക് ബ്രീത്ത് എടുത്ത് നിൽക്കാൻ പറ്റും. പോസിബിൾ വേറെ വല്ല പട്ടിയോ അങ്ങനെ വല്ല ആവാനും ചാൻസ് ഉണ്ട്. ഞാൻ ചോദിക്കാം, അതിനുള്ളൊരു ഓർഗാനിസം, അത് മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ, അത് ജീവനുണ്ട് എന്ന് സ്ഥിരീകരിക്കാവോ? നമ്മുടെ സിഗ്നലും ഉണ്ട്. അതെ, അതാണ് ഇപ്പൊ നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് ആ ബ്ലൂ ഗ്രാഫാണ് അത് കാണിക്കുന്നത്. ജീവനുള്ള ഒരു വസ്തു അവിടെ ഉണ്ട്, അത് ബ്രീത്തിങ് ആണ് കാണിക്കുന്നത്. അതെ, എക്സാക്ട്ലി. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ തുടർ സിഗ്നലുകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ വീണ്ടും അവർ വീണ്ടും അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ റഡാർ ഇപ്പൊ വെച്ചേക്കുവാണ്. വെച്ച് നമ്മൾ ലാപ്പിനകത്ത് നോക്കുമ്പോൾ അതേ പോയിന്റിൽ തന്നെ
0.7 മീറ്റർ 0.8 മീറ്റർ റേഡിയസിൽ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീ ഗിരീഷ് ശിവ. ഇന്ന് അദ്ദേഹം പറയുന്നത് ഈ ടീമിലുള്ള ആളാണ് ഗിരീഷ് ശിവ. ഗിരീഷ് ശിവ പറയുന്നത് നിരന്തരം ഒരു സിഗ്നൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ബ്രീത്തിങ് സിഗ്നൽ തന്നെയാണ്. കുറേ അധികം സമയം മുൻപ് നോക്കിയപ്പോഴും ഈ ശ്വാസത്തിൻ്റെ സിഗ്നൽ കിട്ടി, ശ്വാസഗതി അടയാളപ്പെടുത്തുന്ന ഒരു വേരിയേഷൻ കിട്ടി. ഇപ്പോൾ നോക്കുമ്പോഴും 0.7 മീറ്ററിന് താഴെ, ഭൂമിയിൽ നിന്ന് 0.7 മീറ്ററിന് താഴെ ഈ ശ്വാസഗതി അടയാളപ്പെടുത്തുന്ന ഇതേ സിഗ്നൽ കിട്ടുകയാണ്. ഈ ടീമിലുള്ള ഗിരീഷ് ശിവ ഉറപ്പിച്ച് പറയുന്നു അതൊരു ജീവനുള്ള വസ്തുവാണ്. അത് മൃഗമാണോ മനുഷ്യനാണോ എന്ന കാര്യത്തിലൊക്കെ സംശയം അദ്ദേഹത്തിനുണ്ട്. അത് അവരുടെ കോളല്ല, അവർക്ക് പറയാനും കഴിയില്ല. അതൊരു ജീവനുള്ള വസ്തു, എന്തോ അവിടെയുള്ള എന്തോ ഒരു വലിയ ജീവി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇത് പാമ്പോ പെരിച്ചാഴിയോ അല്ലെങ്കിൽ എലിയോ പോലെയുള്ള ചെറിയ ജീവിയല്ല, ഒരു വലിയ ഓർഗാനിസം, ഒരു വലിയ ജീവി വർഗം അതിനുള്ളിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മനുഷ്യനോളമോ അല്ലെങ്കിൽ പശുവിനോളമോ എങ്കിലും വലിപ്പമുള്ള ഒരു ജീവിവർഗം അതിനകത്തുണ്ട്. അതിനെന്തായാലും ജീവനുണ്ട്, അത് ശ്വാസമെടുക്കുന്നുണ്ട്. ശ്വാസമെടുക്കുന്നതിൻ്റെ സിഗ്നൽ തന്നെയാണ് കിട്ടുന്നത്. അത് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബൈ ചാൻസ് ഏതെങ്കിലും ഒന്ന് കിട്ടിപ്പോയതല്ല, അത് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തെർമൽ പരിശോധനയല്ല, ഇത് റഡാർ പരിശോധനയാണ്, വേറെ റേ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്, ശരീരത്തിൻ്റെ ഊഷ്മാവ് അളന്നുള്ള പരിശോധനയല്ല. ഇതിൻ്റെ പ്രധാനമായും രണ്ട് സാധനങ്ങൾ, ഒന്ന് ആ വസ്തുവിൻ്റെ ചലനം, രണ്ട് ആ വസ്തുവിൻ്റെ ശ്വാസഗതി. ഇത് രണ്ടുമാണ് അതിൽ അറിയുക. നേരത്തെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ മട്ടിൽ തീവ്രവാദികളൊക്കെ ഒരു ബിൽഡിങ്ങിന് അപ്പുറത്തിരിക്കുകയാണെങ്കിൽ ഈ റഡാർ ആ ബിൽഡിങ്ങിന് ഇപ്പുറത്തോട്ട് വെച്ചാൽ 40 സെൻറ്റിമീറ്റർ കട്ടിയുള്ള ഒരു കോൺക്രീറ്റ് ഭിത്തിക്ക് അപ്പുറം ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഈ റഡാർ വെച്ചാൽ ഇയാളുടെ അപ്പുറത്തുള്ള ഈ മനുഷ്യൻ്റെ മൂവ്മെൻറ്റ്, ചലനങ്ങളൊക്കെ അറിയാൻ കഴിയും. അതുവഴി ഈ കുറ്റവാളി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാങ്കേതിക സംവിധാനം കൂടിയാണിത്. അല്ലെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ കലാമിറ്റി മേഖലകളിലാണ്. അവിടെ ആഴത്തുള്ള പരിശോധന ഇപ്പോൾ നടക്കുകയാണ്, കുറേ സമയമായി പരിശോധന നടക്കുന്നു. സുർജിത്ത് അയ്യപ്പത്തുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. സുർജിത്ത്, എസ് വിജയകുമാർ ചേർന്ന്. വിജയകുമാർ, രണ്ട് കാര്യങ്ങളിൽ വ്യക്തതയാവുന്നു. ഒന്നാമത് ഇത് തെർമൽ സംവിധാനമല്ല, GPR ആണ്. രണ്ടാമത്തെ കാര്യം, ആ മേഖലയിൽ ഒരു സിഗ്നൽ ആവർത്തിച്ച് കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ദീർഘസമയമായി കിട്ടുകയാണ്. നേരത്തെ പരിശോധിച്ചു, ഇപ്പോൾ അവർ സംശയം ഒന്നുകൂടെ പറഞ്ഞ് വീണ്ടും പരിശോധിക്കുമ്പോൾ അതേ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ 0.7 മീറ്റർ ആഴത്തിൽ ശ്വാസഗതിയുടെ സിഗ്നൽ ആവർത്തിച്ചു. അപ്പോൾ ഞാൻ എടുത്തു ചോദിക്കുന്നു, അത് ജീവനുണ്ടോ? ജീവനുള്ള ഒരു വസ്തുവാണ്, മനുഷ്യനാണോ എന്നറിയില്ല, പക്ഷേ ജീവനുള്ളൊരു വസ്തു ഭൂമിക്കടിയിലുണ്ട്, അല്ലെങ്കിൽ ആ റൂബിൾസിനടിയിലുണ്ട്. വിജയകുമാർ, ഹാഷ്മി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ തെർമൽ സ്കാനർ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ അല്ല ഈ റഡാറിൽ ഉപയോഗിക്കുന്നത്. അത് തെർമൽ സ്കാനർ ശരീര ഊഷ്മാവ് നോക്കി ഒരു മനുഷ്യൻ ജീവനുള്ളയാൾ അതിലുണ്ടോ എന്ന് കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ്. എങ്കിൽ ഇവിടെ അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ കുറെ കൂടി മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ശ്വാസോച്ഛ്വാസം അളന്ന് അതിൽ ജീവൻ്റെ എന്ന് കണ്ടെത്തലാണ്, അതിൻ്റെ മൂവ്മെൻറ്റ് പരിശോധിക്കലാണ്. അപ്പോൾ അത് കുറേ കൂടി അക്യുറേറ്റ് ആയിരിക്കും ആ റിസൾട്ട്. ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോഴും അതിൽ ഒരു ഉറപ്പോടെയാണ് പറയുന്നത്, ജീവനുള്ള എന്തോ ഒരു കുറച്ച് വലിയ വസ്തു ആ മണ്ണിനടിയിൽ ഉണ്ടെന്ന് കുറച്ചത് ഉറപ്പോടെയാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ജീവനുള്ള വസ്തു ആ പർട്ടിക്കുലർ സ്പോട്ടിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി രണ്ടാമത്തെ പരിശോധനയിലും അത് സ്ഥിരീകരിക്കാനും അവർക്ക് കഴിയുന്നുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. കാരണം അദ്ദേഹം ഉറപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ടീമിലുള്ള ഗിരി എന്ന് പറയുന്ന ആൾ ഉറപ്പിക്കുന്ന, ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുകയാണ് അതിനുള്ളിൽ ഒരു ജീവസാന്നിധ്യം ഉണ്ടെന്ന് അവർ ഉറപ്പിക്കുന്നത്. മനുഷ്യനാണോ പശുവാണോ എന്നറിയില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ യൂനസിന് ഫോൺ കിട്ടുമ്പോൾ താങ്കളുടെ വീട്ടിൽ പശു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കമൻറ്റ് ബോക്സിൽ പരിഹാസമൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ അത് ചോദിക്കാനുള്ള കാരണം അത്തരത്തിൽ വളർത്തുമൃഗങ്ങളുള്ള വീടാണെന്ന് അറിയാൻ വേണ്ടിയാണ്. യൂനസ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളർത്തുമൃഗങ്ങളില്ല, അതിനടുത്ത് മറ്റ് വീടുകളിലും വളർത്തുമൃഗങ്ങളില്ല. 2 നായ്ക്കൾ അടുത്തവിടെ ഒരു വീട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന സിഗ്നൽ ഒരു മൃഗം എന്ന ഗണത്തിൽ വേണമെങ്കിൽ നായുമായി കൂടാഴുകയില്ല എന്ന് പറയുന്നു. പക്ഷേ ഗിരി എന്ന ഉദ്യോഗസ്ഥൻ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു, ഇത് താഴെ ഒരു സ്ഥലത്തേക്ക് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് അനുവാദം എന്തോ വാങ്ങാതെ ആയിരിക്കണം, അടുക്കള പോലെ എന്തോ ഇറക്കിയിട്ടുണ്ട്, അവിടെയാണ് ഈ സ്ഥലം. അതിന് എയർ ഹോൾ ഉണ്ടെങ്കിൽ, അതിനൊരു ആക്റ്റീവായി ഓക്സിജൻ കിട്ടുന്ന എയർ കിട്ടുന്ന എയർ ഹോൾ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഗിരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ